കൊല്ലം സുധയുടെ മരണശേഷം വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങാണ് ഭാര്യ രേണു അനുഭവിക്കുന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിന്ന് റീലുകൾ ചെയ്യുന്നുവെന്നത് മഹാ അപരാധം എന്ന രീതിയിലാണ് രേണുവിൻ്റെ വീഡിയോകൾക്ക് ലഭിക്കുന്ന കമൻറ്റുകൾ. എത്രയൊക്കെ കമൻറ്റുകൾ വന്നാലും അതൊന്നും തന്നെ ബാധിക്കില്ലെന്നും തൻ്റെ ഭർത്താവ് ആഗ്രഹിച്ചതുപോലെയാണ് താനിപ്പോൾ ജീവിക്കുന്നതെന്നുമാണ് രേണുവിൻ്റെ മറുപടി. ഞാൻ റീൽ ചെയ്യുന്നത് സുധിച്ചേട്ടന് ഇഷ്ടമാണ്. എനിക്ക് റീൽ ചെയ്യാൻ വേണ്ടി പുതിയ ഫോൺ വരെ സുധിച്ചേട്ടൻ വാങ്ങി തന്നിരുന്നു. മരിച്ച ചടങ്ങുകൾക്ക് പോകുമ്പോഴാണ് സുധിച്ചേട്ടൻ മരിച്ചുവെന്നത് എനിക്കും ഓർമ്മ വരുന്നതെന്ന് രേണു പറയുന്നു. പിന്നീട് പുതിയ വീടിൻ്റെ വിശേഷങ്ങളും ലക്ഷ്മി നക്ഷത്രയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചുമൊക്കെ രേണു സംസാരിച്ചു. തങ്ങളുടെ വീട് കാണാൻ എപ്പോഴും ആളുകൾ വരാറുണ്ടെന്നും വിളിച്ച് വിശേഷം ചോദിക്കുന്നവരും നിരവധിയാണെന്നും ലക്ഷ്മി നാട്ടിലില്ലാത്തതുകൊണ്ടാണ് പാല് കാച്ചലിന് വരാതിരുന്നതെന്നൊക്കെ രേണു പറയുന്നു. അടുത്തിടെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നു. ഭർത്താവ് മരിച്ച ശേഷം കേരളത്തിൽ ഇത്ര അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീ വേറെ ഇല്ലെന്നായിരുന്നു കമൻറ്റ്. എന്നെ സപ്പോർട്ട് ചെയ്തുള്ളതായിരുന്നു ആ കമൻറ്റ്. അത് വായിച്ച ശേഷം അത്രത്തോളം ഒരു നികൃഷ്ട ജീവിയായിരുന്നുവോ ഞാനെന്ന് തോന്നിപ്പോയി. ആരും എന്തും പറഞ്ഞോട്ടെ, എനിക്കതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് എൻ്റെ മക്കളെ നോക്കണം. അതിന് ഞാൻ ജീവിച്ചിരുന്നേ മതിയാകൂ. അല്ലാതെ ഈ നെഗറ്റീവ് കമൻറ്റുകൾ കണ്ട് കരയാനും വിളിക്കാനുമൊന്നും ഞാനില്ല എന്ന് രേണു വ്യക്തമാക്കി.